നമസ്കാരം. ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രവും ഇന്നത്തെ മറ്റ് ചില പത്രങ്ങളുമാണ്. ഇതാണ് ഇന്നലത്തെ മലയാള മനോരമ ദിനപത്രം. ഈ ഒന്നാം പേജിൽ BJPയുടെ ഒരു വലിയ പരസ്യമുണ്ട്, കളർ പരസ്യം. ഇതേ പരസ്യം തന്നെയാണ് ഇന്നത്തെ മാതൃഭൂമിയിലും കേരളകൗമുദിയിലും മംഗളത്തിലും ജന്മഭൂമിയിലും ദീപികയിലും ഞാൻ കണ്ടത്. മറ്റേതെല്ലാം പത്രങ്ങളിലുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയും പത്രങ്ങളിൽ ഞാൻ കണ്ടത് ദേശാഭിമാനിയിലും ചന്ദ്രികയിലും മാധ്യമത്തിലും സുപ്രഭാതത്തിലും ഞാൻ കണ്ടില്ല. 4 പത്രങ്ങളിലും ആ പരസ്യമില്ല. BJPക്ക് ഒരിക്കലും വോട്ട് കിട്ടത്തില്ല എന്നുറപ്പുള്ളതുകൊണ്ടാവാം ആ പത്രങ്ങളിൽ കൊടുക്കാതിരുന്നത്, അല്ലെങ്കിൽ ആ പത്രങ്ങൾ BJPയുടെ പരസ്യം വേണ്ട എന്ന് തീരുമാനിച്ചതുകൊണ്ടാവാം. എന്തായാലും മറ്റെല്ലാ പത്രങ്ങളിലുമുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടാത്ത മെട്രോ വാർത്ത അടക്കമുള്ള പത്രങ്ങളിൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ പരസ്യം ഇതാണ് മാറ്റം, ഇതാണ് വികസിത കേരളം. എന്നിട്ട് കേരളത്തെക്കുറിച്ച് വളരെ വിശദമായ ഒരു പരസ്യമാണ്. തൊഴിൽ നിക്ഷേപ വിപ്ലവം, മെച്ചപ്പെട്ട ജീവിതം, പരിമിതമായ ചെലവ്, ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ, ജനസൗഹൃദ ഭരണം. വിശദമായി തന്നെ ഉദാഹരണത്തിന് തൊഴിൽ നിക്ഷേപ വിപ്ലവം. തൊഴിൽദായകരായ സംരംഭകർക്ക് ഓരോ നിയമനത്തിനും 1 ലക്ഷം രൂപ വരെ കുറഞ്ഞ പലിശയിൽ ലോൺ. വ്യാപക നിക്ഷേപങ്ങളിലൂടെ 6 കോർപ്പറേറ്റുകളെ എക്കണോമിക് ഹബ്ബുകളാക്കും. പുതിയ സംരംഭകരെ പ്രോത്സാഹിപ്പിക്കുന്ന വഴി കൂടുതൽ തൊഴിലവസരം. മെച്ചപ്പെട്ട ജീവിത പരിമിതമായ ചെലവ്, പ്രതിമാസം 3000 രൂപ ക്ഷേമ പെൻഷൻ. അർഹരായ ഗൃഹനാഥകൾക്കും വിധവകൾക്കും 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കും അർഹരായ സ്ത്രീകൾക്കും 2500 രൂപയുടെ ഭക്ഷ്യസുരക്ഷ ആരോഗ്യ കാർഡ്. കേരളത്തിൽ ഓരോ വീടിനും പ്രതിമാസം 20,000 ലിറ്റർ കുടിവെള്ള സൗജന്യം. അർഹരായ കുടുംബാംഗങ്ങൾക്ക് ഓണത്തിനും ക്രിസ്മസിനും സൗജന്യ LPG സിലിണ്ടർ. എല്ലാവർക്കും ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പരിരക്ഷ. മത്സ്യബന്ധന ബോട്ടുകൾ, അത്യാധുനിക എഞ്ചിനുകൾ സ്ഥാപിക്കാൻ 70% സബ്സിഡി. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്കുള്ള പഞ്ഞമാസ ആനുകൂല്യം വർദ്ധിപ്പിച്ച് 6000 രൂപയാക്കും. നിത്യേനയുള്ള മത്സ്യ ലഭ്യതയ്ക്ക് താങ്ങുവില. പ്ലാന്റേഷൻ ഭൂമികളിൽ ഇടവേള കൃഷിക്ക് അനുമതി. ശബരിമലയും ഗുരുവായൂരും ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളുടെ സംരക്ഷണത്തിന് ഭക്തർക്ക് കൂടുതൽ പങ്കാളിത്തം. മുല്ലപ്പെരിയാർ പരസ്പര സഹകരണത്തോടെ കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം. തിരുവനന്തപുരത്തും കോഴിക്കോട്ടും മെട്രോ. തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽ ശൃംഖല. കേരളത്തിൽ ആദ്യത്തെ എയിംസ്. വിഴിഞ്ഞത്തെ ഒരു വ്യാവസായിക കേന്ദ്രമാക്കി മാറ്റും. ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം. എല്ലാ സർക്കാർ സ്കൂളും ഇംഗ്ലീഷ് മീഡിയം വിദ്യാഭ്യാസം. 6 വികസിത കോർപ്പറേഷനുകൾക്കായി 10 വർഷം മാസ്റ്റർ പ്ലാൻ. ഇങ്ങനെ മനോഹരമായൊരു സ്വപ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ BJPയുടെ പരസ്യം. ഈ പരസ്യം എല്ലാ പത്രങ്ങളിലുമുണ്ട്. BJP ഇങ്ങനെ പരസ്യം ചെയ്തതിനെ പരിഹസിക്കാൻ ഞാൻ ആളല്ല. തെരഞ്ഞെടുപ്പിൽ ഏറ്റവും അധികം ഫണ്ട് ചെലവഴിക്കുന്ന BJPയാണ്. മറ്റ് പാർട്ടികളും ഇത് ചെയ്യുമെന്നാണ് വിശ്വസിക്കുന്നത്. എന്തായാലും ഇലക്ഷൻ ദിവസവും അതിൻ്റെ തലേ ദിവസവും CPMൻ്റെ പരസ്യമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ആ പരസ്യം നേരത്തെ തന്നെ ഇവർ ബുക്ക് ചെയ്ത് കാണും. അങ്ങനെ ബുക്ക് ചെയ്യാനുള്ള ബുദ്ധിയും പണവും CPMനാണുള്ളത്. പിന്നെ കോൺഗ്രസ് പാർട്ടിക്ക് പണം ഉണ്ടോ എന്നറിയില്ല. എങ്കിലും കർണാടകയിൽ നിന്നും തെലങ്കാനയിൽ നിന്നും മറ്റുമായി പണം സംഘടിപ്പിച്ച് അവരും പരസ്യം കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നു. ഇത് പത്രങ്ങളിൽ വന്ന പരസ്യമാണ്. ഇത്തരം പരസ്യങ്ങൾ ചാനലുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം പരസ്യങ്ങൾ യൂട്യൂബുകളിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും മറ്റ് അക്കൗണ്ടുകളിലും വന്നുകൊണ്ടിരിക്കുന്നു. സകല രാഷ്ട്രീയ പാർട്ടികളും മാറി മാറി നേരിട്ട് പരസ്യം ചെയ്യുന്നതിൻ്റെ കാഴ്ചയാണിത്. വാർത്തകളിലൂടെ, പെയ്ഡ് സർവേകളിലൂടെ ഇവർ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരസ്യ രീതി ഇപ്പോൾ ഇങ്ങനെയാക്കിയിരിക്കുന്നു. വാസ്തവത്തിൽ ഇപ്പോൾ കൊടുക്കുന്ന ഈ പരസ്യമാണ് ഇതിനു മുമ്പ് സർവേകളിലൂടെയും വാർത്തകളിലൂടെയും ഇവർക്കിങ്ങനെ എഴുതാൻ പ്രേരണയായത്. ഇങ്ങനെ ജനഹിതത്തെ അട്ടിമറിക്കാൻ സകലരും മത്സരിക്കുന്നു. അതിൽ എനിക്കൊരു പരാതിയുമില്ല. ഞാൻ ഒരു കാര്യം മാത്രം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്തരമൊരു പരസ്യം മറുനാടൻ്റെ ഓൺലൈൻ പോർട്ടലിലോ മറുനാടൻ്റെ ഓൺലൈൻ ചാനലിലോ നിങ്ങൾ കണ്ടെന്ന് വരില്ല. അങ്ങനെ തറപ്പിച്ച് പറയാൻ പറ്റില്ല. കാരണം യൂട്യൂബിലും ഗൂഗിളിലും പരസ്യം ചെയ്തിട്ട് മറുനാടൻ കാണിക്കാൻ ഇന്ന് ഞാൻ എടുക്കുമ്പോൾ LDFൻ്റെ ഒരു പരസ്യം ഒരു വാർത്തയ്ക്കൊപ്പം വരുന്നത് കണ്ടു. ഇതൊക്കെ ഗൂഗിളിൻ്റെ പരസ്യമാണ്, ഞങ്ങളുടെ പരസ്യമല്ല. ഞങ്ങൾ നേരിട്ട് ഒരു പരസ്യവും എടുത്തിട്ടില്ല. ഞങ്ങൾക്ക് പരസ്യം ആവശ്യമില്ലാത്തത് കൊണ്ടല്ല, ഞങ്ങൾ അത്രമാത്രം സമ്പത്തുള്ളവരായതുകൊണ്ടല്ല. നേരെ മറിച്ച് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോട് പണം കൈപ്പറ്റിയാൽ അത് ഞങ്ങളുടെ നിഷ്പക്ഷതയെ ബാധിക്കും എന്ന് ഭയപ്പെടുന്നത് കൊണ്ടാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് പാർട്ടിയും BJPയും മാറി മാറി ഞങ്ങൾക്ക് പരസ്യ വാഗ്ദാനം നൽകുമായിരുന്നു. ഞങ്ങൾ 2 കൂട്ടരെയും പരസ്യം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ടാവാം ഇക്കൊരു കോൺഗ്രസ് പാർട്ടി ഞങ്ങൾക്ക് പരസ്യ വാഗ്ദാനം നൽകിയില്ല, ഞങ്ങൾ പരസ്യം വാങ്ങില്ല എന്നുള്ള ഒരു ഉറപ്പ് അവർക്കുള്ളതുകൊണ്ടാവാം. എന്നാൽ ആഴ്ചകൾക്ക് മുമ്പ് തെരഞ്ഞെടുപ്പിന് ചൂട് പിടിക്കുന്നതിന് മുൻപ് തന്നെ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ജോസഫ് എന്നെ വിളിച്ച് പറഞ്ഞത്, ചേട്ടാ, ഞങ്ങൾ എല്ലാ മാധ്യമങ്ങൾക്കും പരസ്യം കൊടുക്കുന്നുണ്ട്, തീർച്ചയായും മറുനാടനും കൊടുക്കണം. കാരണം മറുനാടൻ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പലപ്പോഴും മറ്റു പലരും ഞങ്ങളെക്കുറിച്ച് വാർത്ത എഴുതാൻ മടിക്കുമ്പോൾ മറുനാടൻ ഞങ്ങൾക്ക് വാതിൽ തുറന്നു തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല, മറുനാടൻ ഞങ്ങളുടെ പരസ്യം സ്വീകരിക്കണം. ഞാൻ പറഞ്ഞു, ക്ഷമിക്കണം, ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായ ഒരു വാർത്ത എഴുതേണ്ട സാഹചര്യം ഉണ്ടായാൽ ധൈര്യപൂർവ്വം എഴുതാം. ഉദാഹരണത്തിന് എൻ്റെ സുഹൃത്താണ് പിഷാരടിയെങ്കിലും എനിക്ക് താല്പര്യം, മാനസികമായ താല്പര്യം ശോഭാ സുരേന്ദ്രൻ ജയിക്കണമെന്നാണ്. ശോഭയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ വാർത്ത കൊടുക്കാൻ ഒരു മടിയുമില്ല. ആർക്കാണെങ്കിലും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടായാൽ, ജനങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു സാഹചര്യം ഉണ്ടായാൽ വാർത്ത കൊടുക്കാൻ ഒരു മടിയുമില്ല. അത്തരം വാർത്ത കൊടുക്കുമ്പോൾ പണം കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു ഇച്ഛാഭംഗമാവും, ഒരു ബാധ്യതയാകും. മാനസികമായി നമുക്കൊരു മടിയുണ്ടാവും, നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, ആത്മനിന്ദയുണ്ടാവും. ഇത് ചെയ്യുന്നത് അവർ പണം നൽകിയത് കൊണ്ടാണോ എന്ന് നമുക്ക് നമ്മളോട് തന്നെ
ചോദിക്കേണ്ട സാഹചര്യമുണ്ട്. മാത്രമല്ല എതിരായ ഒരു വാർത്ത കൊടുക്കേണ്ട സാഹചര്യമുണ്ടായാൽ അവർ പണം തന്നതാണല്ലോ എങ്ങനെ കൊടുക്കും എന്നൊരു ഇച്ഛാഭംഗം ഉണ്ടാവും. മാത്രമല്ല വേണമെങ്കിൽ അവർക്ക് പറയാം ഏതെങ്കിലും സാഹചര്യത്തിൽ ഞങ്ങളിത് ഇത്രയും പണം കൊടുത്തതാണ് എന്നിട്ടും ഞങ്ങൾക്കെതിരെ അവർ എഴുതിയെന്നൊക്കെ പറയാം. അത്തരമൊരു സാഹചര്യം സൃഷ്ടിക്കാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് നോ പറഞ്ഞു. അദ്ദേഹം വളരെ വേദനയോടെയാണ് പറഞ്ഞത്. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ നിങ്ങൾക്കും തരേണ്ടതുണ്ട്. നല്ലൊരു ബജറ്റ് നിങ്ങൾക്ക് തരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. മറ്റ് പ്രധാനപ്പെട്ട പത്രങ്ങൾക്ക് കൊടുക്കുന്ന അതേ ബജറ്റ് മറുനാടന് കൊടുക്കാൻ അനുമതിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഞാനിതെടുത്ത് പറയുന്നത് ഇപ്പോൾ മലയാള മനോരമയുടെ 1-ാം പേജിൽ ഇങ്ങനൊരു പരസ്യം കൊടുക്കണമെങ്കിൽ ഓൾ എഡിഷൻ ആണെങ്കിൽ കുറഞ്ഞത് 1 കോടി ആകുമെന്നാണ് ഞാൻ കരുതുന്നത്. ഒരുപക്ഷെ മനോരമയേക്കാൾ സ്വാധീനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാൻ മറുനാടിന് കഴിഞ്ഞെന്ന് വരാം. അതുകൊണ്ട് തന്നെ മനോരമയ്ക്ക് 1 കോടി കൊടുക്കുമ്പോൾ ഒരു 10-20 ലക്ഷം വേണം എന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലേ? പറ്റും. പക്ഷെ പരസ്യമേ വേണ്ട എന്നതാണ് ഞങ്ങളുടെ നിലപാട്. ഇന്നേ വരെ 1 രൂപ പോലും ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു സ്ഥാപനത്തോടും ഞങ്ങൾ വാങ്ങിയിട്ടില്ല. ഞാനിത് വിശദീകരിക്കാൻ കാരണം ഇന്നലെ ഞങ്ങളൊരു പ്രധാനപ്പെട്ട വാർത്ത പുറത്തുവിടുന്നു എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. കരിമണൽ കർത്തയുടെ കൈക്കൂലി വാങ്ങിയവരുടെ ലിസ്റ്റ് പുറത്തുവിടുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ വാർത്ത കൊടുത്തിരുന്നു. ഈ വാർത്ത കൊടുത്തപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരുപാട് കമൻറ്റുകൾ, നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ വേണ്ടി കൊടുത്തതല്ലേ, ഡീലുണ്ടെങ്കിൽ ആ ഡീല് ഉറപ്പിക്കാൻ വേണ്ടി കൊടുത്തതല്ലേ, അല്ലെങ്കിൽ ഇപ്പം നിങ്ങളിങ്ങനെ കൊടുക്കുമെന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും വിഷമമുണ്ടായത് എന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുകയും എനിക്ക് ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി തരികയും എന്നെ അമേരിക്കയിലേക്ക് വിളിച്ചുകൊണ്ട് പോവുകയൊക്കെ ചെയ്ത ബ്ലസൻ, ഹൂസ്റ്റണിൽ താമസിക്കുന്ന ബ്ലസൻ എന്നെ ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, തെറ്റിദ്ധാരണയ്ക്ക് കാരണമാവില്ലേ ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്, ആരെങ്കിലും പണം നൽകുന്നുണ്ടെങ്കിൽ തരൂ, സെറ്റിൽ ചെയ്യാൻ ഒരവസരം കൊടുക്കാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചു. എനിക്ക് വളരെ ദുഃഖമുണ്ടാക്കി. ബ്ലസനോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ അദ്ദേഹത്തോട് സൗമ്യമായി സംസാരിച്ചെങ്കിലും എനിക്കത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇങ്ങനെ ഒരു വാർത്ത ഉടൻ വരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നാൽ, അങ്ങനെ മുന്നറിയിപ്പ് കൊടുക്കുന്ന പലരുമുണ്ട്, ഞങ്ങളത് ഇവനെ തീർക്കും അവനെ തീർക്കും ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അവർ കൊടുക്കാറില്ല വാർത്ത. അതിന് പല ന്യായങ്ങളും പറയും. അവർ പണം മേടിക്കാൻ വേണ്ടി പറയുന്ന, പക്ഷെ ഞങ്ങൾ ഇന്നേ വരെ ഒരു വാർത്ത കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നിട്ടില്ല. അത് ഞങ്ങളുടെ പോളിസിയാണ്. ഒരു വാർത്തയും ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞ് കൊടുക്കാതിരുന്നിട്ടില്ല. ഈ വാർത്ത ഇന്നലെ കൊടുക്കുമെന്ന് പറഞ്ഞത് എന്തിനാണ്? പരമാവധി ആളുകൾ ഈ വാർത്ത കാണണം. തെരഞ്ഞെടുപ്പ് കാലത്ത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എങ്ങനെയാണെന്ന് അറിയണം. അതുകൊണ്ട് കർട്ടൻ റൈസറാണ്. പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഞങ്ങൾ നാളെ ഈ വാർത്ത കൊടുക്കുന്നു എന്ന് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചു കൊടുത്തതുകൊണ്ട് വാർത്ത ഇന്ന് രാവിലെ സംപ്രേഷണം ചെയ്ത ഉടൻ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടു. 1 മണിക്കൂർ തികയുന്നതിന് മുൻപ് ഞങ്ങളുടെ അനലിറ്റിക്സിൽ 1 ലക്ഷം പേരാണ് യൂട്യൂബിൽ കണ്ടത്. അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഫേസ്ബുക്കിൽ ഇട്ടത്. കരിമണൽ കർത്തയുടെ ഡയറി കാണാൻ എത്തുന്നത് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒരുപക്ഷെ ഏറ്റവും അധികം ആളുകൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കാണുന്ന വാർത്തയായി ഫേസ്ബുക്കിലെയും യൂട്യൂബിലെയും ഇൻസ്റ്റയിലെയും ഈ വാർത്ത മാറുമെന്ന വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇങ്ങനൊരു വാർത്ത വരുന്നുണ്ടോ എന്ന് ജനങ്ങൾ അറിയണം. അത് കഴിഞ്ഞപ്പോൾ നിങ്ങൾ പണം വാങ്ങാൻ വേണ്ടിയല്ലേ എന്ന് ചോദിച്ചാൽ സങ്കടകരമാണ്. ആരുടെയും പണം ഞങ്ങൾ ഇന്നേവരെ വാങ്ങിയിട്ടില്ല, വാങ്ങത്തുമില്ല. ഇനി അഥവാ വാങ്ങേണ്ട സാഹചര്യമുണ്ടായാൽ, നാളെ രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യം എടുക്കാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ ഇപ്പോൾ എടുക്കുന്നത് വ്യത്യസ്തമായി പരസ്യം എടുക്കുന്നൊരു തീരുമാനമുണ്ട്, ഞങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കും. ഞങ്ങൾ പോളിസി മാറ്റിയിരിക്കുന്നു, ഞങ്ങൾ ഇനി പരസ്യം സ്വീകരിക്കും, എന്നാൽ എഡിറ്റോറിയൽ ഇത് ബാധിക്കില്ലെന്ന് പ്രഖ്യാപിക്കും. തൽക്കാലം ഞങ്ങൾ ആരുടെയും പണം വാങ്ങിയിട്ടില്ല, വാങ്ങാൻ ഉദ്ദേശിക്കുന്നുമില്ല. നോക്കൂ, ഇന്നലത്തെ വാർത്ത കൊടുക്കാതിരിക്കാൻ വലിയ സമ്മർദ്ദമുണ്ടായി. ഇന്നലെ ഞങ്ങൾ ഈ കർട്ടൻ റൈസർ കൊടുത്ത ഉടൻ പലയിടത്തുനിന്നും കോളുകളുണ്ടായി. പലരും പലതും പറഞ്ഞ് നിയമപ്രശ്നങ്ങളും കോടതിയും ഒക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. ഇത്തരം കാര്യങ്ങൾ എനിക്ക് പിന്തുണ നൽകുന്ന കത്തോലിക്ക പുരോഹിതനായ മഹാരാഷ്ട്രയുടെ ചേട്ടൻ വിളിച്ചിട്ട് അത് കൊടുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പക്ഷേ കൊടുക്കണമെന്ന് വാശി കാണിച്ചു. അദ്ദേഹം അതിൻ്റെ നിയമപ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ഇത് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ എൻ്റെ സൽപ്പേരിനെ ബാധിക്കും. ഞാൻ പണം വാങ്ങി ഈ വാർത്ത മുക്കി എന്ന പേര് ദോഷമുണ്ട്, എനിക്കത് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വാർത്ത കൊടുക്കുന്നില്ലെങ്കിൽ പത്രപ്രവർത്തനം തന്നെ അവസാനിപ്പിക്കും എന്ന് എനിക്ക് എൻ്റെ ചേട്ടനോട് പറയേണ്ടി വന്നു. അങ്ങനെയാണ് ചേട്ടൻ അനുമതി നൽകിയത്. ഇത്തരത്തിൽ വലിയ സമ്മർദ്ദങ്ങളെ അതിജീവിച്ചുകൊണ്ട് വാർത്തകൾ ചെയ്യുമ്പോൾ ദയവായി മറുനാടൻ്റെ പ്രേക്ഷകരെങ്കിലും ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കരുത്. ഞങ്ങൾ ഇന്നേവരെ 1 രൂപ പോലും ആരോടും വാങ്ങിയിട്ടില്ല, വാങ്ങത്തുമില്ല എന്നാണ് വിശ്വാസം. പരസ്യം വാങ്ങില്ല എന്ന് തീർത്ത് പറയുന്നില്ല. പരസ്യം വാങ്ങിയാൽ അത് ഞങ്ങളുടെ എഡിറ്റോറിയൽ പോളിസിയെ ബാധിക്കില്ല. മാത്രമല്ല കളങ്കിതരായ കച്ചവടക്കാർ ഞങ്ങൾ പരസ്യം വാങ്ങില്ല. നോക്കൂ, ഇവിടുത്തെ കാര്യം, ഈ പറഞ്ഞ കരിമണൽ കർത്ത, അയാൾ നാട്ടുകാർക്ക് പരസ്യമല്ല കൊടുത്തത്, അയാൾ നാട്ടുകാർക്ക് കൈക്കൂലിയാണ് കൊടുത്തത്. 350 കോടി രൂപ അയാൾ കൊടുത്തു. അയാളുടെ കമ്പനിയുടെ കണക്കിൽ കാണിച്ചിരിക്കുന്ന വിറ്റുവരവ് 10 കോടിയൊക്കെയാണ്. എന്നാൽ അയാൾ 350 കോടി രൂപ കൈക്കൂലി കൊടുത്തു. എന്ന് വെച്ചാൽ തികച്ചും വിഷകരമായ രാസവസ്തുക്കൾ പുറത്തേക്ക് വിടുകയും അത് വെള്ളത്തിലൊഴിക്കാൻ വേണ്ടി പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനോട് ചേർന്ന് നിന്ന് അയാൾ തട്ടിപ്പ് നടത്തി. സകല പോലീസുകാർക്കും സകല രാഷ്ട്രീയക്കാർക്കും പണം കൊടുത്തു. എന്നിട്ട് അയാൾ നമ്മുടെ തീരദേശത്തുള്ള ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന കരിമണൽ വാരിക്കൊണ്ടുപോയി കോടികൾ ലാഭമുണ്ടാക്കി. എല്ലാവർക്കും കൈക്കൂലി കൊടുത്ത് എന്തുകൊണ്ടാണ്? ഒരു തടസ്സമുണ്ടായിരിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കുന്നു, പോലീസിന് കൊടുക്കുന്നു, രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്നു, പത്രക്കാർക്ക് കൊടുക്കുന്നു. നമ്മുടെ നാടിനെ കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഇവരെല്ലാം ചേർന്ന് നടക്കുമെന്നതിന് തെളിവാണ്. ആരെങ്കിലും വേണ്ടേ ഇതിനൊന്നും വഴങ്ങാതെ അതിശക്തമായ നിലപാടെടുത്ത് സത്യത്തിനൊപ്പം നിൽക്കാൻ? എത്ര കാലം
ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയുമെന്ന് അറിയില്ല. ശക്തമായ സമ്മർദ്ദമുണ്ട്. പക്ഷേ ചെയ്യുന്നിടത്തോളം കാലം അന്തസ്സായി ചെയ്യുക, അതിനൊടുവിൽ അന്തസ്സായി മരിക്കുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ പോളിസി.